കുറച്ച് ഇതൊക്കെ കണ്ടില്ലേ, ഞാനിത് ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണ് കേട്ടോ. തൊലി അരിഞ്ഞിട്ടതാണ്. തൊലി അരിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം അരിച്ചെടുത്തിട്ട് അതിൻ്റെ മറ്റേതൊക്കെ മാറ്റണം കേട്ടോ. അതിലുള്ള ചണ്ടിയൊക്കെ മാറ്റിയിട്ട്, അതിന് പിശട് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ മാറ്റിയിട്ട് ആ വെള്ളം മാത്രം അതിൽ കുറച്ചും കൂടി വെള്ളം കൂടി ഡൈല്യൂട്ട് ചെയ്തിട്ട്, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഹാൻഡ് വാഷ് കുറച്ച് 2-3 തുള്ളി അല്ല ഒരു 5 തുള്ളി വരെ ഒഴിക്കാം. ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ഡിഷ് വാഷോ ഏതെങ്കിലും ആയാലും കുഴപ്പമില്ല കേട്ടോ. അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ശകലം മഞ്ഞൾപ്പൊടി ചേർക്കാം, വെളുത്തുള്ളി ചതച്ച് ചേർക്കാം, എന്ത് വേണമെങ്കിലും അങ്ങനത്തെ ഇതൊക്കെ ചേർക്കാം കേട്ടോ. വെളുത്തുള്ളി ചതച്ചതും മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ മഞ്ഞൾപ്പൊടി ആയിരിക്കണം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഓർക്കിഡിന്, പിന്നെ ചെടികൾക്ക്, പച്ചക്കറികൾക്ക് എന്തിനു വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൽ വെള്ളം കൂടി ചേർത്തിട്ട് വേണം കേട്ടോ. 1 ലിറ്റർ വെള്ളം ചേർക്കാം. അങ്ങനെ ചേർത്തിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ലോണം പൂവുണ്ടാവും. പിന്നെ പച്ചക്കറികൾക്കാണെങ്കിൽ നല്ല വിളവ് തരും. അതാണ്. പിന്നെ ഇത് തന്നെ, ഇത് ഞാനിപ്പം വെള്ളം തിളപ്പിച്ചിട്ടല്ല ചെയ്യണത്. ഞാനിത് വെറുതെ അരിഞ്ഞിട്ട് ഇത് നന്നായി ഉണക്കിയിട്ട് ഒരല്പം കഞ്ഞിര വെള്ളം എടുത്തിട്ട് അതിലിട്ട് വയ്ക്കും. കഞ്ഞിര വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഉറുമ്പ് നമ്മൾ വെറുതെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അത് വേണമെങ്കിൽ മിക്സിയിലൊന്ന് പൊടിക്കാം. പൊടിച്ചിട്ട് ആ പൊടി നമുക്ക് ഓർക്കിഡിന് ഇട്ട് കൊടുക്കാം, റോസിന്, എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കാം, പയറിനോ അല്ലെങ്കിൽ പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുക്കാം. പൊടിച്ചില്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാൽ ചിലപ്പോൾ ഉറുമ്പ് വരും. അതിനാണ് ഞാൻ കുറച്ച് കഞ്ഞിര വെള്ളത്തിൽ ഇടുന്നത്. കഞ്ഞിര വെള്ളത്തിലാകുമ്പോൾ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലോ. പുളിപ്പിച്ച കഞ്ഞിര വെള്ളത്തിൽ ഇതിട്ട് ഒരു ദിവസം കൂടി വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും നല്ല എഫക്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ചെടികളും പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു ടിപ്പാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്ക് ഇത് ഉപകാരമാവും. പിന്നെ ബെല്ലൈക്കണമെന്ന് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.